കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ദാനം. പ്രഭാതത്തിലും ദൈവസ്നേഹം പുതുതാണെന്നറിയുന്നു ഞാൻ. ആ സ്നേഹം ദിവ്യമാം കാരുണ്യമായി എന്നുള്ളിൽ നിറയും നിമിഷമിതാ. ഓരോ പ്രഭാതത്തിലും ദൈവസ്നേഹം പുതുതാണെന്നറിയുന്നു ഞാൻ. ആ സ്നേഹം ദിവ്യമാം കാരുണ്യമായി എന്നുള്ളിൽ നിറയും നിമിഷമിതാ. എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ദാനം.
ലോകത്തിൽ സർവേശനു സ്തുതിഗീതം. എന്റെ ബലിപീഠത്തിൽ ദുഷിച്ച ഭക്ഷണം കാഴ്ചവയ്ക്കുന്നവർ ആയിരിക്കെ നിങ്ങൾ ചോദിക്കുന്നു, ഏതു കാര്യത്തിലാണ് ഞങ്ങൾ അങ്ങയെ ദുഷിച്ചത്? കർത്താവിന്റെ മേശ എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിന്ദിതമാകുന്നു. കാഴ്ചയില്ലാത്തതിനെ നിങ്ങൾ ബലിയർപ്പിക്കാൻ അടുത്ത് എത്തിച്ചാൽ അത് തിന്മയല്ലേ? മുടങ്ങുന്നതിനെയും ക്ഷീണിച്ചതിനെയും കാഴ്ചവെച്ചാൽ അത് തിന്മയല്ലേ? നിന്റെ അധികാരിക്ക് അത് സമർപ്പിച്ചു നോക്കൂ. അവൻ നിന്നിൽ പ്രീതിതനാകുമോ? അഥവാ അവൻ നിന്നോട് ആഭിമുഖ്യം കാണിക്കുമോ? പ്രസാദിപ്പിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളത് ഇതാണെങ്കിൽ നിങ്ങളിൽ ആരോട് അവിടുന്ന് ആരെങ്കിലും ഇരട്ട വാതിലുകളിൽ കൂടി അടച്ചിരുന്നെങ്കിൽ നിങ്ങൾ The first letter of Paul to the Corinthians. For I received from the Lord that I also handed on to you, that the Lord Jesus on the night he was betrayed took a loaf of bread, and when he had given thanks, he broke it and said, "This is my body that is for you. Do this in remembrance of me." In the same way, he took the cup also after the supper, saying, This cup is the new covenant in my blood. Do this as often as you drink it, in remembrance of me. For as often as you eat this bread and drink from the cup, you proclaim the Lord's death until he comes. Whoever therefore eats the bread or drinks the cup of the Lord in an unworthy manner will be answerable for the body and blood of the Lord. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും.
ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ മാംസം നൽകുവാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു. My dear children who received the First Holy Communion and Confirmation, could you please stand up? Could you please stand up for a moment? Yeah. So we are really proud of you, and we congratulate you and appreciate you on this beautiful day of your First Holy Communion and Confirmation. So let's appreciate them. They can. Thank you. Please be seated. I remember one of the beautiful scenes in the Holy Bible. Jesus asked an important question to his disciples. The question is, who do people say that I am? That was the question asked by Jesus to his disciples. Who do people say that I am? And the disciples said 4 different answers. They said, some people say you are the John the Baptist. Others say you are Elijah. Okay? And some others says Jeremiah. And a group of people say you are one among the prophets. Okay. These are the 4 different answers they gave to Jesus to the particular question. And Jesus was not satisfied. And again, Jesus asked his disciples, okay, who do you say that I am? Okay, because you are accompanying me. And now, who do you say that I am? Then Saint Peter gave a beautiful answer. Can anyone recall that answer? Yes. Yes. You are the Son of the living God. Okay. You are the Son of the living God. You are the Messiah, Son of the living God. Jesus was highly impressed because his mission was accomplished. And then Jesus said, Simon, you are Peter. Upon this rock I will build my church. Simon, you are Peter. On this rock I will build my church. And for these last 3 years, I've been asking the same question to the children who received First Holy Communion. One question I used to ask them, who is Jesus Christ? That was my question. Who is Jesus Christ? Okay.
Okay. Just give him a good round of applause. Because I got 4 different answers from the children this last 3 years. The first answer is, Jesus is my Savior. Jesus is my Savior. The second answer I got, the majority of our children, they say, Jesus is my God. The third answer I got, Jesus is my Lord. And the last answer, some children say, Jesus is my best friend. Okay? And normally I got these 4 answers. The first one is, Jesus is my Savior. Jesus is my God. Jesus is my Lord. And Jesus is my best friend. And see, every day, we must repeat it. Okay, when you get up early in the morning, you have to say, Jesus is my Savior. Jesus is my God. Jesus is my Lord. And Jesus is my best friend. That will change your life. That will change your life. And then Jesus will say, yes, you are Peter. That means you are rock on which I will build my church. Okay, are you ready? Okay, every day, till the time of your death, we need to repeat this declaration. Jesus is my Savior. Jesus is my God. Jesus is my Lord. Jesus is my best friend. When you read the biographies of Saint Teresa of Lisieux and Carlo Acutis and Saint Dominic Savio, you can see the same. They all said the same, Jesus is my best friend. Jesus is my Savior, God and Lord, and He is also my best friend. Whenever I am in need, He will be with me to help. Okay, whenever you are in trouble, you just ask for His help, Jesus will be with you. Okay, and today onwards, try this, and I am 100% sure that Jesus will help you. In all your problems, anxieties, adversities of life, Jesus will be with you to help you as a best friend. That's why Carlo Acutis said, the Holy Eucharist, that means Jesus, when you receive the Holy Eucharist, the body and blood of Jesus Christ, Holy Eucharist is the highway to heaven. It's the fastest way to reach in heaven. Okay, when you receive the body and blood of Jesus Christ, it's very easy for you to reach in heaven. Okay, and that's enough for you because I'm not going to say a lot of theories, and just practice. Okay, you are going to experience. This is not a knowledge, it should not be a knowledge. That means Jesus is my Lord, God, friend, okay? It should not be an information or a knowledge, it should be an experience for you. Okay, and എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഞാൻ സാധാരണ കുഞ്ഞുങ്ങളോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പറയേണ്ടതും മാതാപിതാക്കളോടാണ്. കാരണം കുഞ്ഞുങ്ങൾ വളരെ ഇന്നസെൻ്റാണ്. അവരെ എങ്ങനെ വേണേലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അവരെ വിശുദ്ധരായിട്ട് നമുക്ക് വളർത്താം. അവരെ വേണമെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത, റെസ്പോൺസിബിൾ ഇല്ലാത്തവരായിട്ട് വളർത്താം. നമ്മുടെ കയ്യിലാണ് അവർ. നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, കുഞ്ഞുങ്ങളോട് പറയുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയുന്നതാണ് ഇഷ്ടം. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൈദികൻ്റെ ജൂബിലിയോടനുബന്ധിച്ചുള്ളൊരു ആത്മകഥ വായിച്ചപ്പോൾ
ആ വൈദികൻ എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ കണ്ണു തുറക്കുമ്പോഴൊക്കെയും അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അമ്മ കൊന്ത ചെല്ലുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അത്രത്തോളം ആ മനസ്സിൽ ആ രൂപം പതിഞ്ഞുപോയി. എന്താണ് പ്രാർത്ഥന? വാട്ട് ഈസ് പ്രയർ? ഇതെല്ലാം അമ്മയും അപ്പനുമാണ് എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം പുള്ളിയുടെ മറ്റൊരു അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, പുള്ളി ഒരു വലിയ സോഷ്യൽ വർക്കറാണ്. ആൻഡ് ഹൂ ഇൻസ്പയർഡ് ഹിം? അതിൻ്റെ എഴുതി വെച്ചിരിക്കുകയാണ്, അപ്പൻ ആ കൂടെ ആര് എന്താ പറയുക വിശന്ന് പോയാലും, പ്രത്യേകിച്ച് ബഗേഴ്സ് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ വിടൂ. ആ കൊടുത്തിട്ടില്ലെങ്കിൽ പുള്ളിക്കുള്ളത് കൊടുത്തിട്ടാണെങ്കിൽ വിടും. പുള്ളിക്ക് വേണ്ട, പക്ഷേ ഒരു ബഗർ വീട്ടിൽ വന്നാൽ അത് കൊടുത്തിരിക്കും. അങ്ങനെ ഞാൻ കണ്ടു വളർന്നതാണ്. അതായത് കരുണ, മെർസി, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചത് മാതാപിതാക്കളിൽ നിന്നാണെന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ശരി തന്നെയാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും നിങ്ങളെ നോക്കി മാത്രമാണ്. നിങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള ചില ഉദാഹരണങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രൂപത്തിന് മുമ്പിൽ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയെ ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ 3 വർഷം കൊണ്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ കൈകൂപ്പി അമ്മയെപ്പോലെ രൂപത്തിൻ്റെ മുമ്പിൽ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം അതേ അമ്മ കാറിൽ കയറ്റി കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ കുരിശ് വരച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴും കുഞ്ഞ് വളരെ കാര്യത്തോടെ അമ്മയെ നോക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പ്രസംഗത്തിലും എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഓസ്ട്രേലിയയിലെ സാഹചര്യത്തിൽ വളർത്തിക്കൊണ്ടുവരാം? അവരെ എങ്ങനെ പള്ളിയോടും ദൈവത്തോടും അടുത്ത് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ തന്നെയാണ് എനിക്ക് ഉത്തരം തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ 18, 20, 22 വയസ്സുള്ള 3 കുട്ടികൾ, അവർ കുട്ടികളല്ല, യുവാക്കൾ, മാതാപിതാക്കളോടൊപ്പം എപ്പോഴും നടക്കുന്നതുകൊണ്ട് ഒരിക്കലവർ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ്? 18, 20, 22 വയസ്സുള്ള യുവാക്കളായ മക്കൾ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ വരികയും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നടക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട്? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ കൂടെ നിൽക്കുന്നു? പള്ളിയിലും കാണാം അവരെ, ഏതൊരാവശ്യത്തിലും ഉണ്ട് അവർ. അപ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരം എന്നെ കണ്ണു തുറപ്പിച്ചു. അത് ബിഷപ്പ്, വി വിൽ സ്പെൻഡ് 1 hour with them. അതുകൊണ്ടായിരിക്കും ഈശോ പറഞ്ഞ് 1 മണിക്കൂർ എന്നോടുകൂടി ചിലവഴിക്കാൻ എനിക്ക് പറ്റില്ലേ? വി വിൽ സ്പെൻഡ് 1 hour with them. 24 മണിക്കൂർ നമുക്കുണ്ട്. അവർ പറഞ്ഞത് ഈ കുട്ടി ജനിക്കുമ്പോൾ മുട്ടത് ഇവർ 3 പേരുണ്ടാവുമ്പോഴും അന്ന് മുതൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അക്കമ്പനി ചെയ്തിരുന്നു. ഞങ്ങൾ മാറി മാറി ഡ്യൂട്ടി എടുക്കുമ്പോഴും ഇവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ഡ്യൂട്ടി ഇല്ലാത്ത ഒരാൾ, വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ അവരോടൊപ്പം ചെലവഴിക്കും. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ they have a lot of stories to tell you. ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ somebody must be there to listen to them. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. 1 മണിക്കൂർ വൈകുന്നേരം നിങ്ങളിൽ ആരും ഡ്യൂട്ടി ഇല്ലാത്ത ഒരാൾ ഒന്ന് കേൾക്കാമോ? ഞങ്ങളെ അവരുടെ കഥകൾ കേൾക്കണം.
അല്ലെങ്കിൽ അവർ സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ അവർ കേട്ട് കഴിയുമ്പോൾ ഇവർ പറഞ്ഞത് കുറച്ച് നേരം പറഞ്ഞ് ഞങ്ങളുടെ കഥയും പറയും, അന്ന് സംഭവിച്ച കാര്യങ്ങൾ. അതിനുശേഷം ഒരുമിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥന ഞാൻ ചോദിച്ചെങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ചുറ്റുമിരുന്നിട്ട് തിരികത്തിച്ചു വെച്ച് ബൈബിൾ ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മാറി മാറി 10 പ്രാവശ്യം നന്ദി പറഞ്ഞും ഹെയിൽ മേരിയും ചൊല്ലിയിട്ട് കുട്ടികളും ചൊല്ലിയിഷ്ടം പരസ്പരം പ്രാർത്ഥിക്കും. They will pray for each other. അവർക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കും, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം അവർ സ്തുതി ചൊല്ലിയിട്ട് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കും. ഇതവർ മുടക്കിയിരുന്നില്ല, ഇന്നും മുടക്കിയിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ നിന്നെടുത്തു തന്ന ഈ പാഠം തന്നെയാണ്. ഈ കുട്ടികളിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. 1 മണിക്കൂർ സമയം അവരോടൊപ്പം ചെലവഴിക്കുകയും അവരെ ശ്രവിക്കുകയും അവരോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്കൊന്ന് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എനിക്ക് 100% തീർച്ചയാണ്. ഇതൊരു കുടുംബത്തിൻ്റെ കഥയല്ല, പല കുടുംബങ്ങൾ സാക്ഷിച്ച കഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം യങ് ഫാമിലീസാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലിയൊരു ഗിഫ്റ്റാണ്, ദൈവം ഏൽപ്പിച്ച ഗിഫ്റ്റാണ്. അവരെ ദൈവത്തിലേക്ക് നിങ്ങൾ തിരികെ കൊടുക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റിയ ചെറിയ സുഹൃതം ഇതാണ്: സ്പെൻഡ് 1 hour with them and that will change their lives. അപ്പോൾ ഒത്തിരി ഞാൻ നേട്ടുന്നില്ല. ഈ ദിവസം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്റെ ജീവനാം നാഥ, സ്വർഗസ്നേഹമാം നാഥ, ഇടറും നേരം കൃപയും വരവും ചൊരിയാൻ അണയൂ 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 അണയൂ. Bless them to bear strong witness to you in life, and then after death to find bliss of eternal happiness. Father, Son and Holy Spirit forever. Amen. എന്റെ ജീവനാം നാഥ, സ്വർഗസ്നേഹമാം നാഥ, ഇടറും നേരം കൃപയും വരവും ചൊരിയാൻ. We thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer these gifts to these children. Father, Son, and the Holy Spirit forever. Amen. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, and servants with the promised Spirit, and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands, to live as brave soldiers, bearing witness to the gospel, and as loyal servants of the church. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, to your beloved Son, and to the Holy Spirit, now, always, and forever. Amen. Amelia
having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Thomas, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Therese, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Jacob, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's harm. May they be blessed to exude the divine fragrance of Christ in their life. Amen. അണയൂ 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 കനിവായി നീ അലിവായി നീ മനസ്സിൽ വരൂ പ്രഭോ കനിവായി നീ അലിവായി നീ മനസ്സിൽ വരൂ പ്രഭോ ആത്മവേദി നിനക്കായി കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി എന്നിൽ വന്നു വാഴുമെന്നേശുവേ നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ നിന്റേതായി തീരാനുള്ളിൽ
ദൈവസ്നേഹം പുതുതാണെന്നറിയുന്നു ഞാൻ. ആ സ്നേഹം ദിവ്യമാം കാരുണ്യമായി എന്നുള്ളിൽ നിറയും നിമിഷമിതാ. ഓരോ പ്രഭാതത്തിലും ദൈവസ്നേഹം പുതുതാണെന്നറിയുന്നു ഞാൻ. ആ സ്നേഹം ദിവ്യമാം കാരുണ്യമായി എന്നുള്ളിൽ നിറയും നിമിഷമിതാ. എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ഗാനം. ലോകാവസാനം വരെയും എൻ്റെ കൂടെയുണ്ടാകുമെന്നരുളിയതിൻ അർത്ഥം ഞാൻ കാണുന്നു എന്നേശുവേ. പരിശുദ്ധമാകുമി കൂദാശയിൽ ലോകാവസാനം വരെയും എൻ്റെ കൂടെയുണ്ടാകുമെന്നരുളിയതിൻ അർത്ഥം ഞാൻ കാണുന്നു എന്നേശുവേ. പരിശുദ്ധമാകുമി കൂദാശയിൽ കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും പരിമളമായി. എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ഗാനം. എന്നിൽ വന്നു വാഴുമെൻ യേശുവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്കെന്തോരിഷ്ടം. എന്നെ സ്വന്തമാക്കിയിടും സ്നേഹമേ, നിന്റേതായി തീരാനുള്ളിൽ ഗാനം. കുർബാനയായി കൂദാശയായി എന്നാവിലലിയും തിരുഭോജ്യമായി ഹൃദയങ്ങളിൽ നിറദീപമായി ആത്മാവിലുയരും May you become daring പരിമളമായി. missionaries, bearing witness to the gospel, being supportive in dangers, consoling in sorrows, and helpful in trials. May He protect you until you reach the heavenly bliss that eyes have not seen, ears have not heard, and the heart has not yet enjoyed. May God make you worthy to be the hope of your parents, the light of your home, and example of service for the people. May He bless you all abundantly who have partaken in this sacred service, now, always, and forever. Amen.
occasion. First and foremost, I extend my heartfelt welcome to our beloved Bishop John Panandotathil CMI. We are truly blessed with your presence. We are truly honored by and blessed by your presence today. I also warmly welcome our parish priest, Father Varghese Vidyathil MST, and our co-priest, Father Binesh Narimatithil SCST, and Father Johnson Kochanichuvatil MCBS, who are with us today. I also extend a warm welcome to all the parents, grandparents, all our guests, all our ministry members, trustees, and our parishioners to this glorious occasion. Dear children, today marks one of the greatest milestones in your faith journey. We are so proud to celebrate 19 of our children receiving their solemn reception of Holy Communion and 4 of our children receiving their first Holy Communion together with Sacrament of Confirmation. I really appreciate all the hard work and preparation you have done for your special day. You started your preparation since February. You learned all your prayers. You done all your activity book. You pass all your exam. You attend the interview with Achin. You prepare yourself again and again for this glorious day. I know how much you prepare for today. So today, all I want to remind you kids, you know how much you love Jesus today, how excited you are, how much preparation you have done for today. Keep the same preparation, same excitement, same love every time you come to this altar to receive Jesus. I also would like to extend my sincere gratitude to all the parents who decided to celebrate their children's Holy Communion in our parish with the blessing from our bishop, our priest, and all the parish members. I believe this is the biggest gift you can give to your children on this glorious occasion that will make them joyful memories and they cherish them in their life or their sacramental life. At this time, I would like to invite Renato Rondi, one of the Holy Communion recipients, to come forward and share a few words of gratitude to everyone who contribute this beautiful day. Welcome, Renato. Good afternoon, everyone. Today, 23 children, including myself, have received the sacrament of the Holy Eucharist and confirmation. On behalf of all the children, I would like to express our heartfelt gratitude to everyone who made this day beautiful and memorable. As Jesus says in the Bible, I am the bread of life. Whoever comes to me will never go hungry, and whoever believes in me will never be thirsty. First and foremost, we thank the Lord Jesus Christ for his great love and giving himself to us in the Holy Eucharist. Dear Jesus, stay close to us and help us grow in kindness, obedience, and holiness as we continue our journey of faith. I would like to express our sincere gratitude to Reverend Bishop John Panandotathil for being with us on this very special day. Dear Bishop, thank you for your presence, prayers, and blessings. Your encouraging words have helped us understand the importance of receiving Jesus in the Holy Eucharist and going in faith. I would like to express our heartfelt gratitude to our dear parish priest, Father Varghese Vidyathil. You helped us to learn to love Jesus more deeply and to appreciate the gift of the Holy Eucharist. I would also like to thank Father Joseph Anthony and Father Binesh Narimatithil for your presence and blessing during this very special occasion. I would like to express our heartfelt thanks to our teachers Julianti and Shivanti. Your patience, dedication, and love in teaching us about Jesus
has prepared us for this very special sacrament. You spent many hours helping us learn our prayers, understand the Holy Eucharist, and grow in our faith. Through your guidance and encouragement, we were able to prepare our heart to receive Jesus. To our dear parents and families, thank you for your endless love, support, and encouragement, teaching us to pray and to trust in God. We know that everything you do comes from your love for us. We are grateful for all the sacrifices you make for us every day. We would also like to express our sincere thanks to our catechism teachers, parish trustees, altar servers, choir members for their heavenly music, and all the members of the parish for your time, prayers to make this celebration beautiful and memorable. Today marks an important step in our faith journey. We promise to continue going closer to Jesus, to be kind to others, and to live according to His word. Once again, thank you all for all your love, prayers, and support. May God bless you all. Thank you, Renato. You did a good job. ഇന്നത്തെ ഈ ദിവസം ഇത്ര മനോഹരമായി നമുക്ക് അണിയിച്ചൊരുക്കാനായിട്ട് ഇതിനു മുന്നേ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നന്ദിയുടേതായ ഒരു വാക്ക് പറയാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ നന്ദിയുടേതായ 2 വാക്കിനായി നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ കോർഡിനേറ്റർ പിറ്റു ആന്റണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഏറ്റവും ആദരണീയനും ശ്രേഷ്ഠനുമായ ഞങ്ങൾ അഭിമന്യ ജോൺ പിതാവേ, ഞങ്ങൾ ഏറ്റവും പ്രിയകരനും സ്നേഹിതയുമായ പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛ, ഒരു വെളിപ്പാടകലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ജോസനച്ച, വിനീഷ് അച്ഛ, ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ പൊന്നോമനകൾ ആദ്യമായി ഏറ്റവും ആഘോഷപൂർവ്വം സർവശക്തനായ ദൈവത്തെ അവരുടെ ഹൃദയത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സ്വീകരിച്ച ഈ അനുഗ്രഹ ദിവസത്തെ അവിസ്മരണീയമാക്കിയ എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ആദ്യമായി ഇതിനെല്ലാം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഇവിടെ വന്ന് ബലിയർപ്പിക്കുകയും അവരുടെ ആദ്യ ആഘോഷപൂർവമായ കുർബാന സ്വീകരണത്തിൽ ഏറ്റവും മനോഹരമായ സന്ദേശം നൽകി നമ്മെ എല്ലാം ദൈവകൃപയിലേക്ക് നയിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ജോൺ പനന്തോട്ട പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. തീരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഞങ്ങളുടെ എല്ലാം ഹൃദയം കവർന്ന പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനാണ് അടുത്തതായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോസൻ അച്ഛനും വിനീഷ് അച്ഛനും ഞങ്ങളെല്ലാം സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി അങ്ങോട്ട് നന്ദി പറയേണ്ടവരുടെ ഒരു നീണ്ട നിര തന്നെ ഉള്ളതിനാൽ അറിയാതെയെങ്കിലും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ആദ്യമേ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നന്ദി അർഹിക്കുന്ന 2 പേരായിരിക്കും ഞാനിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഈശോയെ സ്വീകരിക്കുവാൻ അവരെ പരിശീലിപ്പിച്ച് ഒരുക്കിക്കൊണ്ടുവന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ശ്രീമതി ജൂലി ടീച്ചറിനും ശ്രീമതി ഷീബ ടീച്ചറും എത്ര തന്നെ നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഡിയർ ചിൽഡ്രൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ ഡിയറസ്റ്റ് ടീച്ചേഴ്സ്. Be thankful to them in your entire life and always keep them in your prayers.
സോ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഒത്തിരി സന്തോഷത്തോടെ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. സുരക്ഷാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ സേഫ്റ്റി ഓഫീസേഴ്സ്, അടുക്കള മുതൽ അൾത്താര വരെ എല്ലാ ചർച്ച് ഡെക്കറേഷനും ഉൾപ്പെടെ ഞങ്ങളെ സഹായിച്ച പ്രസിഡന്റ് ഉൾപ്പെടുന്ന മാതൃവേദി നഴ്സസ് മിനിസ്ട്രി അംഗങ്ങൾ, പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തിയ ഇവാഞ്ചലൈസേഷൻ ടീം, മത അധ്യാപനത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വിശ്വാസം വളർത്തിക്കൊണ്ട് വരുത്തുന്ന ഞങ്ങളുടെ കാറ്റഗിസം ടീച്ചേഴ്സ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തീയ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ സഹായിച്ച കാത്തലിക് കോൺഗ്രസ് അംഗങ്ങൾ, മനോഹരമായ സ്വർഗീയ സംഗീതം കൊണ്ട് ദിവ്യാനുഭൂതിയിലേക്ക് നയിച്ച വ്യക്തിപരമായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊയറംഗങ്ങൾ, പരിശുദ്ധ കുർബാന ആദ്യ അവസാനം ഭക്തിസാന്ദ്രമാക്കിയ ഓട്ടോ ബോയ്സ് ആൻഡ് ഗേൾസ് പ്രസന്റേഷൻ ചെയ്ത പ്രിയ ജോഷി, കാറ്റഗിസം സെന്ററും ചർച്ച് ഔട്ട്സൈഡും മനോഹരമായി അലങ്കരിച്ച ജോഷ് ചേട്ടന്റെ E4 ഇവന്റ്സ് ടീം, ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിയ ജെയിംസ് സാറിന്റെ കേരള ക്യുസൈൻ കേറ്ററിംഗ് ടീം, ഈ അവിസ്മരണീയമായ ചടങ്ങുകൾ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഫോട്ടോ ആൻഡ് വീഡിയോ ചെയ്യുന്ന ശ്രീ ജെസിൽ ആൻഡ് ടീം, അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ജൊഹാൻ ആൻഡ് രജിത്, ഗോഡ് പാരന്റ്സ് ആയി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ആൽജോ ആൻഡ് ജൂലി, ഫുഡ് സെർവിങ്ങിനും മാർക്ക് ഇൻസ്റ്റലേഷനും ക്ലീനിങ്ങിനും ട്രാഫിക് മാനേജ്മെന്റിനും അങ്ങനെ വേണ്ട മറ്റു ഒട്ടനവധി കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയ ജോജി ചേട്ടൻ, ആന്റണി ചേട്ടൻ, പേര് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. മാർക്ക് സ്പോൺസർ ചെയ്ത ടോം വട്ടക്കാന, കപ്പ് സ്പോൺസർ ചെയ്ത ജെയ്സൺ, ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ഞങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും, എല്ലാ സംഘടനകൾക്കും, എല്ലാ പ്രൊഫഷണൽ ടീമുകൾക്കും ഞാൻ മാതാപിതാക്കളുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അവസാനമായി നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മാതാപിതാക്കള് കുറെ നാൾ മുതൽ ഒരേ ടീമായി, ഒരേ മനസ്സായിട്ട്, ഒരേ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയാണ് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞത് ഇതുവരെ. ഈ അവസരത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ എല്ലാവരുടെയും കൂടെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കാണ്. കാരണം ഇത്രയും നാളായിട്ട് കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കണം, കുറെ പ്രാർത്ഥനയിൽ ഒരുങ്ങണം, അവർക്ക് പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെല്ലാവരും അവരെ ഒരുക്കിക്കൊണ്ട് വന്നു. അവര് അനുഭവിക്കുന്ന അല്ല അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കഷ്ടപ്പാടുകളൊന്നും പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. അവര് കുറെ പഠിക്കണം, കുറെ കാര്യങ്ങൾ ചെയ്യണം, കുറെ എഫേർട്സ് ഉണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു പിറ്റു. പിറ്റു എല്ലാവർക്കും നന്ദി പറഞ്ഞു. പിറ്റുവിന് നന്ദി പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊരു കടമയാണെന്ന് ഞാൻ കരുതുന്നു. 28 ഫാമിലിയിൽ നമ്മൾ തുടങ്ങി, അത് 23 കുഞ്ഞുങ്ങളിൽ നിന്ന് വന്ന് നിന്നു. അപ്പോൾ ഈ ഓരോ ദിവസവും ഒരാൾക്ക് കൂടുന്നു, 2 പേര് കുറയുന്നു. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനും ഇത് കോർഡിനേറ്റ് ചെയ്യാനും പിറ്റു ഒത്തിരി സമയവും കഴിവുകളും എല്ലാം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. എനിക്ക് പിറ്റുവിനെ അധികം പരിചയം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു പരിചയമില്ലാക്കുറവുകൊണ്ടായിരിക്കും പിറ്റേ ആഴ്ച തന്നെ നമ്മളൊരു മീറ്റിംഗ് കൂടി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഫെബ്രുവരി ആയതല്ലേ ഉള്ളൂ, ഇതങ്ങ് ഓഗസ്റ്റിൽ കിടക്കുന്നതല്ലേ, ഇപ്പോഴേ എന്തിനാ എത്ര ധൃതി എന്ന് ഞാൻ പോലും മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ഇനിയുള്ള വർഷങ്ങളിലുള്ളവർക്ക് അതൊരു നല്ല പാഠമാണ്. പിറ്റേ ആഴ്ച തന്നെ കോർ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ കമ്മിറ്റികൾക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ മനോഹരമായി ചെയ്തു. അപ്പോൾ പിറ്റുവിനും എല്ലാ കോർ കമ്മിറ്റിക്കും എല്ലാ ദിവസവും ഇവിടെ വന്ന് ഡെക്കറേഷൻ, ഫ്ലവർ ഡെക്കറേഷൻ, എല്ലാത്തിനും ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ എന്തിനും സഹായിച്ച എല്ലാ പേരൻസിനും ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുന്നവന് ഞാൻ പ്രതിഫലം നൽകാതിരിക്കില്ല എന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയമാകുന്ന പാനപാത്രം നിറയെ ഈശോയെ പകർന്നു കൊടുത്ത ഈ അധ്യാപകരെ, ഷീബ ടീച്ചറിനെയും ജോലി ടീച്ചറിനെയും ദൈവം എത്രമാത്രം അനുഗ്രഹിക്കാതിരിക്കില്ല.
എങ്കിലും നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെറിയൊരു അക്നോളജ്മെൻറ്റും ടോക്കൺ ഓഫ് അപ്രീഷിയേഷനും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു ചെറിയ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി അഭിമന്യ പിതാവിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ഷീബ ടീച്ചറിനെയും ജൂലി ടീച്ചറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ഷീബ, താങ്ക് യു ജൂലി. ഇതാവെ ഒരു 2 ഗിഫ്റ്റും കൂടെ ഉണ്ട്. നമുക്കിവിടെ വിളിച്ച് അപ്രിസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിറ്റു എല്ലാവർക്കും നന്ദി പറഞ്ഞു. എങ്കിലും 1-2 പേരെ എനിക്ക് പറയാനുണ്ട്. ഒന്ന് നമ്മുടെ പഴയ പ്രിൻസിപ്പൽ രഞ്ജിത്ത് സാറാണ്. ഈ പിള്ളേരുടെ ഈ ഫോട്ടോസ് നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ എടുത്തു വെച്ച് എല്ലാവരും അത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിന് ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സർവാധീപനാം കർത്താവേ എന്ന പ്രാർത്ഥന പാടി ഈ ആൾക്കാർ തുറന്നപ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന പോലൊരു ഫീലാണ് കിട്ടിയത്. അത്രയ്ക്ക് മനോഹരമായി നമ്മളുടെ ഓട്ടറെല്ലാം അലങ്കരിച്ചത് റസിൻ ആൻറ്റിയുമാണ്. റസിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ ഉപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ബന്ധിംഗം ചിരിച്ചു കൊടുക്കുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുമായ ചടങ്ങാണ്. അതിലേക്ക് നിൻ മുൻപിൽ ഹൃദയ
കാഴ്ചയോരുങ്ങി അലിവായി തീരാൻ കനിവായി നിറയാൻ അർപ്പിക്കാമീ കാഴ്ചകൾ നിൻ മുൻപിൽ ഹൃദയത്തിൽ താലമൊരുങ്ങി അണയാം നാദാ ഒരു മനമോടെ നൽകാം എല്ലാം പ്രാർത്ഥനയാലേ അധരം നിറയെ സ്തുതികൾ പാടാം ഏകാം നിന്നിൽ യാചനയെല്ലാം ഹൃദയത്തിൽ താലമൊരുങ്ങി സ്നേഹത്തിൻ കാഴ്ചയൊരുങ്ങി ഹൃദയത്തിൽ താലമൊരുങ്ങി സ്നേഹത്തിൻ കാഴ്ചയൊരുങ്ങി അലിവായി തീരാൻ കനിവായി നിറയാൻ അർപ്പിക്കാമീ കാഴ്ചകൾ നിൻ മുൻപിൽ ഹൃദയത്തിൽ താലമൊരുങ്ങി അടയാം നാദാ ഒരു മനമോടെ നൽകാം എല്ലാം പ്രാർത്ഥനയാലേ അധരം നിറയെ സ്തുതികൾ പാടാം സോപ്പുകളിലെ 27 കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന നടക്കുന്ന മനോഹരമായ ദിവസത്തിൽ അതിൻ്റെ കുർബാനയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഭക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഇത് കുട്ടികളുടെ കൗണ്ടറാണ്. മനോഹരമായ ഭക്ഷണം കുട്ടികളെല്ലാം കഴിഞ്ഞു. ഇതാ ഞങ്ങൾ അതിലേക്ക് തുടങ്ങുകയാണ്. ഭക്ഷണം വിളമ്പാൻ തുടങ്ങുകയാണ്. അപ്പോൾ നന്ദി. താങ്ക് യു. ചിക്കൻ ഉണ്ട്. പടച്ചിക്കൻ ഉരുകും മനമായി തെളിയും തിരിയായി മിഴികൾ തൂകി വന്നീതാ നിൻ പാതേ ഉരുകും മനമായി തെളിയും തിരിയായി മിഴികൾ തൂകി വന്നീതാ നിറയുന്നോരീ കാസയിൽ ഹൃദയത്തിൽ താലമൊരുങ്ങി സ്നേഹത്തിൻ കാഴ്ചയൊരുങ്ങി അലിവായി തീരാൻ ആത്മാവേ നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേടുമാത്മാവി ആശവി
വീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.